നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തത്. പകൽ മൂടിക്കെട്ടിയ അവസ്ഥയാണ് പലയിടത്തും അനുഭവപ്പെട്ടത്. മലയോര മേഖലകളിലെല്ലാം മണിക്കൂറുകളോളം നിർത്താതെ മഴ പെയ്തു. കേരളത്തിൽ ഇന്ന് നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 16.5 മില്ലിമീറ്റർ മുതൽ 64.5 മില്ലിമീറ്റർ വരെയുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ കളമശ്ശേരി HMD മണലിമുക്ക് കോൺക്രീറ്റ് റോഡിൽ കിലോമീറ്ററുകളോളം നുരയും പതയും പൊങ്ങിയത് നാട്ടുകാരിൽ കൗതുകമുണർത്തിയിരുന്നു. ശക്തിയായി മഴ പെയ്യുമ്പോൾ റോഡുകളിൽ വെള്ളം പതഞ്ഞൊഴുകാറുണ്ട്. എന്നാൽ ഇവിടുത്തെ കാഴ്ച അല്പം വ്യത്യസ്തമായിരുന്നു. ടാർ ഇട്ട റോഡിനേക്കാൾ വളരെ കൂടുതലാണ് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട റോഡുകൾ ഉണ്ടാകുന്ന പത. കോൺക്രീറ്റ് റോഡുകൾക്ക് എണ്ണ ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലാത്തതാണ് പ്രധാന കാരണം. കട്ടിയുള്ള കോൺക്രീറ്റ് റോഡിന് എണ്ണ വലിച്ചെടുക്കുവാൻ കഴിവില്ലാത്തതിനാൽ വാഹനങ്ങളിൽ നിന്ന് വീഴുന്ന ഓയിലും മറ്റും കോൺക്രീറ്റ് മുകളിൽ തന്നെ തങ്ങി നിൽക്കും. മഴ പെയ്യുമ്പോൾ ഈ ഓയിൽ വെള്ളവുമായി കലരുകയും ടയറുകൾ കയറി ഇറങ്ങുമ്പോൾ എളുപ്പത്തിൽ പതയുകയും ചെയ്യും. ടാർ ഇട്ട റോഡുകൾ എന്നത് പെട്രോളിയം ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ നിന്നും ഓയിലോ ഗ്രീസോ വീഴുമ്പോൾ ടാർ റോഡിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുകയോ അതിൽ ഒട്ടിപ്പിടിക്കുകയോ ചെയ്യും. മഴ വരുമ്പോൾ അത് വെള്ളവുമായി കലർന്ന് പതയാകുവാനുള്ള സാധ്യതയും കുറയുന്നു. ഇത് പതഞ്ഞാലും അതിന്റെ വ്യാപ്തി വളരെ കുറവായിരിക്കും. ഇത് തന്നെയാണ് ഈ ഒരു ടാറിട്ട റോഡിലെ മഴ പെയ്തപ്പോഴുള്ള നുരയും പതയും പൊങ്ങിയുള്ള കാഴ്ചയ്ക്ക് പിന്നിലെ രഹസ്യവും. അതേസമയം 2026 ചൂട് കുറയില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2025 ലോകത്തെ ചൂടേറിയ മൂന്നാമത്തെ വർഷമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയത്. കണക്കുകൾ പറയുന്നത് 2023-2025 കാലയളവിലെ ശരാശരി താപനില പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ തീരുമാനിക്കപ്പെട്ട 1.5 ഡിഗ്രിയേക്കാൾ കൂടി എന്നാണ്. ഏതായാലും 2026 ചൂട് കുറയുമെന്ന പ്രതീക്ഷയില്ല എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരാശരി ആഗോള താപനില 2025 വ്യാവസായിക വിപ്ലവ കാലത്തേക്കാൾ 1.47 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കഴിഞ്ഞ 11 വർഷത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തിയാൽ ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായിരുന്നു 2025. എന്നാൽ 2024 2025 0.13 ഡിഗ്രി സെൽഷ്യസ് താപനില കുറവായിരുന്നു. 2023 താരതമ്യപ്പെടുത്തുമ്പോൾ 0.01 ഡിഗ്രി സെൽഷ്യസിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ഇതാദ്യമായി 2023-2025 കാലയളവിൽ ശരാശരി താപനിലയിൽ 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ വർധനവുണ്ടായി. ബ്രിട്ടന്റെ കാലാവസ്ഥാ ഏജൻസിയായ UK മെറ്റ് ഓഫീസിന്റെ കണക്കനുസരിച്ച് 2025 ചരിത്രത്തിലെ ചൂടേറിയ മൂന്നാമത്തെ വർഷമാണ്. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ സാന്ദ്രതയിലെ മനുഷ്യപ്രേരിത വർധനവാണ് ആഗോള വാർഷിക ശരാശരി താപനിലയിലെ ദീർഘകാല വർധനവിന് കാരണമെന്ന് മെറ്റ് ഓഫീസ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കോളിൻ മോറിസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയിലെ കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കുന്ന നാസയും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷനും ആഗോള താപനിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഡാറ്റ പുറത്തുവിടും. 2015 പാരീസിൽ നടന്ന COP ഉച്ചകോടിയിൽ ഏകദേശം 200 രാജ്യങ്ങൾ ആഗോള താപനിലയിൽ ദീർഘകാല വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസ് പരിമിതപ്പെടുത്തുമെന്നാണ് പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല 10 വർഷത്തിനുള്ളിൽ ഈ പരിധി കവിയുന്ന സാഹചര്യം വരികയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ ചൈന സെപ്റ്റംബറിൽ ആദ്യമായി കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യം പ്രാപിച്ചിരുന്നു. എന്നാൽ ഈ ലക്ഷ്യം അപര്യാപ്തമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വിമർശിക്കുന്നു. ഒക്ടോബറിൽ ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിന് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ആവശ്യകത UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ലോകത്തോട് ഓർമ്മപ്പെടുത്തിയെങ്കിൽ താപനിലയിൽ കുറവുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇപ്പോഴും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.